വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 371. വൈബുകളുടെ ലോകം സൃഷ്ടിക്കുന്ന സർഗാത്മകത പ്രയോജനപ്പെടുത്തുക. സാമൂഹ്യ മാധ്യമങ്ങളും ടെക്നോളജിയും പ്രചുരപ്രചാരം നേടിയ ആധുനിക ലോകത്ത് വ്യത്യസ്ത രൂപഭാവങ്ങളോടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വൈബ്. വ്യക്തികളുമായി ബന്ധപ്പെട്ടും സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടും മാത്രമല്ല, സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടും വൈബിനെ ബന്ധിപ്പിക്കാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും ആധുനികതയും തീർത്ത വൈബുകളുടെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ പ്രായത്തിലും പെട്ടവർക്കും ശരിയായ അർത്ഥമറിയില്ലെങ്കിൽ കൂടി വൈബ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്നുണ്ട്. ആ തെളിയുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥവും വിവക്ഷയും. വൈബുകളുടെ കാലത്ത് പ്രായത്തിനു വല്ലാത്തൊരു സ്ഥാനമുണ്ട്. വാസ്തവത്തിൽ ജനനത്തീയതി അനുസരിച്ചുള്ള പ്രായമല്ല, മറിച്ച് ഓരോരുത്തരുടെയും മെന്റൽ ഏജാണ് ഇവിടെ പരിഗണിക്കുന്നത്. കാരണം നമ്മുടെ വൈബുകൾ നമ്മുടെ പ്രായത്തിൻ്റെ അടയാളങ്ങളാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും വികാരവിചാരങ്ങളും നിലപാടുകളും സ്വീകരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ വൈബുകളുടെ ലോകം സൃഷ്ടിക്കുന്ന സർഗാത്മകത പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. വാസ്തവത്തിൽ എന്താണ് വൈബ്? മനസ്ഥിതി, മനോഭാവം, ഭാവനില തുടങ്ങിയവയാണ് വാച്യാർത്ഥങ്ങളെങ്കിലും ഓളമെന്നോ രസമെന്നോ സന്തോഷമെന്നോ ആവേശമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. കൂട്ടുകാരോടൊപ്പം ചേരുമ്പോഴുണ്ടാകുന്ന വൈബ്, ചില സവിശേഷ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന വൈബ് മുതലായവയൊക്കെ മാനസികവും വൈകാരികവുമായ അനുഭൂതി സമ്മാനിക്കുന്ന അമൂല്യ മുഹൂർത്തങ്ങളാണ്. വൈകുന്നേരം ചായയും സ്നാക്കും കഴിക്കാനായി മാത്രം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന കൂട്ടുകാരെ കണ്ടിട്ടില്ലേ? ആ കൂട്ടായ്മയുടെയും സ്ഥലത്തിൻ്റെയും വൈബാണ് കാരണം. മാനസികവും വൈകാരികവുമായ ഉല്ലാസം ഉറപ്പുവരുത്തുവാൻ പോസിറ്റീവായ പരിസരം അത്യാവശ്യമാണ്. വ്യക്തികളും സംവിധാനങ്ങളും ആവേശകരമായ ഈ പരിസരമൊരുക്കുമ്പോഴാണ് നല്ല വൈബുണ്ടാകുന്നത്. നാം ജീവിക്കുന്ന ലോകം വെറും ദൃശ്യങ്ങളുടെയും ശബ്ദങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരുമിക്കുന്നത്. അതിനപ്പുറവും വളരെ ശക്തിയുള്ള ഒരു ഘടകമാണ് വൈബുകൾ. മനസ്സിന്റെ അലകൾ പോലെ മനുഷ്യനെ കോർത്തിണക്കുന്ന ഈ വികാരം ഓരോ ബന്ധത്തെയും അനുഭവത്തെയും നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. വൈബുകൾക്ക് ഭാഷയില്ല, പക്ഷേ അവ ഏറ്റവും ശക്തമായ സന്ദേശങ്ങൾ കൈമാറുന്നു. ചിലരോട് നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നും. അവരുടെ സാന്നിധ്യം തന്നെ സന്തോഷം നൽകും. ഇത് അവരുടെ വൈബുകൾ തമ്മിലുള്ള ചേർച്ച കൊണ്ടാണ്. അവർ ഉള്ളിൽ സൂക്ഷിക്കുന്ന ചിന്തകളും നിലപാടുകളും പ്രകാശിപ്പിക്കുന്ന അത്ഭുത ശക്തികളാണ് ഈ വൈബുകൾ. ഒരു വ്യക്തിയുടെ ശരിയായ വ്യവഹാര ശൈലി, കൃത്യമായ ആസ്വാദനം, സഹജീവികളോടുള്ള ആദരവ്, ഹൃദയമാർദ്ദം എന്നിവയൊക്കെ നല്ല വൈബുകൾ പകർന്നു നൽകുന്നു. നമ്മുടെ ഇടപെടലുകളിലും സംസാരങ്ങളിലും മാത്രമല്ല, സമീപനങ്ങളിലും മാനസിക നിലയിലും ഉൾക്കാഴ്ചകളിലുമാണ് വൈബുകളുടെ സ്വാധീനം വ്യക്തമാകുന്നത്. വ്യക്തിജീവിതമോ പ്രൊഫഷണൽ രംഗമോ ആയാലും നല്ല വൈബുകൾ പരത്തുന്നവരാണ് ജനപ്രീതി നേടുന്നത്. സൗഹൃദം വളരുകയും സഹകരണം പരിപുഷ്ടമാകുകയും ചെയ്യുന്നത് ഈ ഭാവരഹിത പ്രത്യക്ഷങ്ങളിലൂടെയാണ്. ഓരോ മനുഷ്യനും തൻ്റെ വൈബുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഒരു തരത്തിലുള്ള സന്ദേശം കൈമാറുന്നു. നാം പറയാത്തതിലും ഏറെ നാം അനുഭവിക്കുന്നതിലാണ് ആ ദൃഢത. നമ്മുടെ ഉള്ളിലെ ശുദ്ധിയും പോസിറ്റീവ് ചിന്തകളും പോഷിപ്പിക്കപ്പെടുമ്പോഴാണ് നാം ഈ വൈബുകളുടെ ലോകത്തിൽ സത്യമുള്ള നിലയിൽ നിലകൊള്ളുന്നത്. ജീവിതത്തിന്റെ ഓരോ കാലഘട്ടവും പുതിയ തലമുറകളെ ലോകത്തിന് സമ്മാനിക്കുന്നു. ഓരോ തലമുറയും കാലത്തിന്റെ പ്രതിഫലനങ്ങളാണ്. തങ്ങളുടെ സ്വപ്നങ്ങളും സ്മരണകളും വിജയപരാജയങ്ങളുമായി അവർ തന്നെ അതിന്റെ അടയാളങ്ങളായി മാറുന്നു. ഈ കാലഘട്ടത്തിൽ വലിയ ശ്രദ്ധയും ചിന്തയും നേടിക്കൊണ്ടിരിക്കുന്ന തലമുറകളാണ് ജെൻസി ആൽഫ തലമുറകൾ. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ ലോകം കീഴടക്കുന്ന ഈ തലമുറയുടെ സംഭാവനയാകാം വൈബ് എന്നാണ് കരുതപ്പെടുന്നത്. വിവരസാഗരത്തിൽ സഞ്ചരിച്ച് കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും മാറി അതിവേഗം മുന്നേറുന്ന ഈ തലമുറകളെ പരിഗണിച്ചും ഉൾക്കൊണ്ടുമാണ് നാം മുന്നോട്ടു പോകേണ്ടത്. ഇവരുടെ സ്വതന്ത്ര ചിന്തകളും കാഴ്ചപ്പാടുകളും അംഗീകരിക്കാനാവാത്തവരെ തന്ത വൈബ് എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തും. അവരിലെ നന്മകൾ പ്രയോജനപ്പെടുത്തുകയും അപാകതകൾ വിവേകത്തോടെ തിരുത്തുകയും ചെയ്യണമെങ്കിൽ അവരെ ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ജെൻസിയും അൽഫയും ചേർന്നാൽ മനുഷ്യജനതയുടെ ഭാവി രൂപപ്പെടും. അവരുടെ ശബ്ദം, അവരുടെ അനുഭവം, അവരുടെ പ്രതിഫലനം, അതാണ് നാളെ. ഒരിക്കലും അവരെ എഴുതിത്തള്ളാതെ കരുണയുടെ ഹൃദയത്തിലൂടെയും വിവേകത്തിന്റെ വഴികളിലൂടെയും ചേർത്ത് നിർത്താനും സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരൊന്നും ഭീഷണിയല്ല, മറിച്ച് പ്രതീക്ഷയും പ്രത്യാശയുമാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു.
പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.